ഹായ് ഓൾ അസ്സാം വലൈക്കും. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ ഇതുവരെ ഇടാത്തൊരു വീഡിയോ ആണ്. പക്ഷേ ഇത് കണ്ട സമയത്ത് എനിക്ക് എന്തോ ഒരു വീഡിയോ ആയിട്ട് ഇടണം എന്ന് തോന്നി. കാരണം ഇത് അറിയാത്ത ഒന്ന് രണ്ട് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ എത്തുന്നതിലൂടെ അവർക്കൊരു കുറച്ചെങ്കിലും പൈസ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഉപകാരമായിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് റഹീം, സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു ആളാണ്. ആ ഒരു വധശിക്ഷയിൽ നിന്നും ഇയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ മണി 34 കോടി രൂപയാണ് വേണ്ടത്. ഈ ഒരു 34 കോടി രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ കൊണ്ട് ആർക്കും ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തുകയല്ല. പക്ഷെ നമ്മളെല്ലാവരും ഒരു 10 രൂപ വെച്ചെങ്കിലും ഈ ഒരു അക്കൗണ്ടിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു 34 കോടി രൂപ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഒരുപാട് പേര് ഈ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും, ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റ് കണ്ടിട്ട് നിങ്ങൾ എന്തായാലും സഹായിക്കുക. 10 രൂപയെങ്കിൽ 10 രൂപ ആ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഈ ഒരു മെസ്സേജ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക, ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടാവും ഇയാൾ വധശിക്ഷയ്ക്കാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത്, അതും ജയിലിലാണ്. അപ്പോൾ ജയിലിൽ കിടക്കുന്ന ഒരു ആളെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചിലർക്കെങ്കിലും മനസ്സിൽ തോന്നാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തിനാണ് ജയിലിൽ കിടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു റീസൺ കൂടി പറഞ്ഞുതരാം. ഇയാൾ 2006 ഈ ഒരു സംഭവം നടക്കുന്നത്. ഹൗസ് ഡ്രൈവർ ആയിട്ടായിരുന്നു കേട്ടോ ജോലി. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ വയ്യാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ ഒരു കുട്ടീനെ പുറത്ത് കൊണ്ടുപോകുന്നതൊക്കെ ഇയാളായിരുന്നു. അതായിരുന്നു ഇയാളുടെ ഒരു ജോലി എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു വയ്യാത്ത കുട്ടീനെ പുറത്തു പോകുന്ന സമയത്ത് സിഗ്നൽ കട്ടാവുകയും അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിടേണ്ട ആവശ്യമുണ്ട്. പക്ഷെ കുട്ടി വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് നിർബന്ധിക്കുകയും അതുപോലെ തന്നെ റഹീമിൻ്റെ തലയ്ക്ക് തല്ലുക, തലയ്ക്ക് ഇടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാണ്. അങ്ങനെ വേദന സഹിക്കാൻ പറ്റായിട്ട് റഹീം കൈ വെച്ചിട്ട് തടുക്കുന്ന സമയത്ത് ഈ ഒരു കുട്ടിയുടെ ജീവൻ നിലനിൽക്കുന്നത് ഒരു മെഡിക്കൽ ഉപകരണത്തിന്റെ ആ ഒരു സഹായത്തിലാണ്. ആ ഒരു ഉപകരണം തെറിച്ചു പോവുകയും ആ ഒരു കുട്ടി അപ്പം തന്നെ മരണപ്പെടുകയും ചെയ്യാണ്. അപ്പോൾ ഇതാണ് റഹീം ചെയ്തിട്ടുള്ള ഒരു കുറ്റം എന്ന് പറയുന്നത്. ഒരിക്കലും റഹീമിനെ നമുക്കൊരു കുറ്റക്കാരനായിട്ട് പറയാൻ പറ്റൂല. മറ്റേതൊരാളാണെന്നുണ്ടെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അറിയാതെ കൈകൊണ്ട് തട്ടിയിട്ടുണ്ടാവും, വേദന സഹിക്കാൻ പറ്റാതായ ആരാണെങ്കിലും പ്രതികരിക്കും. അത് മാത്രമേ റഹീമും ചെയ്തിട്ടുള്ളൂ. ഇതാണ് തെറ്റെന്ന് പറയുന്നത്. ഇതിന്റെ പേരിലാണ് ജയിലിൽ വർഷങ്ങളായിട്ട് റഹീം കിടക്കുന്നത്. ഇനി വെറും 6 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ റഹീമിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു 6 ദിവസത്തിന്റെ ഉള്ളിൽ ഈ ഒരു പറയുന്ന തുക 32 കോടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വധശിക്ഷയാണ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ മക്കൾ മരിക്കുക എന്ന് പറയുന്നത് നമുക്ക് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ ഒരു അത്രയും വിഷമത്തിലാണ് റഹീമിൻ്റെ ഉമ്മ റഹീമിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒന്നും വേണ്ട, പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് സഹായിച്ചാൽ മാത്രം മതി.